നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മഹാലക്ഷ്മി ഭജനം. മഹാലക്ഷ്മിയുടെ ഐശ്വര്യം നമുക്ക് നിത്യവും കിട്ടുവാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി ഈ പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യണം. ജീവിതശൈലി ജപം മാർഗം രാവിലെ വൈകിട്ട് ജപിക്കാറുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി നിത്യവും ചെയ്തു പോരുക. അങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാലക്രമേണ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകും. ഇത് കാലക്രമേണ ഉണ്ടാകുമെന്ന് പറഞ്ഞത് സത്യമുള്ള കാര്യമാണ്. ഇത് പരീക്ഷിച്ച് ജയിച്ച ഒരു കാര്യമാണ്. ഞാൻ ബുക്കുകളെല്ലാം നോക്കി പരിശോധിച്ചിട്ട് അങ്ങനെ കിട്ടിയ ഒരു വിവരമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മഹാലക്ഷ്മി അഷ്ടകം നിത്യവും രാവിലെയും വൈകിട്ടും ഒരു 18 മിനിറ്റ് ജപിക്കണം. 18 മിനിറ്റ് വിളക്ക് കൊളുത്തി, അത് നെയ്വിളക്ക് കത്തിച്ച് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വേറൊന്നും കത്തിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ, അതായത് നമ്മൾ ജോലി സ്ഥലങ്ങളിൽ പോകാറുണ്ടല്ലോ, അവിടെ നമ്മൾ താമസിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ നിലവിളക്ക് കൊളുത്താനൊക്കെ സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനത്തിരി മേടിക്കുക. ചന്ദനത്തിരി മേടിച്ചിട്ട് കത്തിച്ചിട്ട് മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച്, കഴിയുമെങ്കിൽ മഹാലക്ഷ്മിയുടെയും ലക്ഷ്മി നാരായണൻ്റെയും ഫോട്ടോ, അതായത് മഹാലക്ഷ്മിയെ ഭജിച്ച് മാത്രം പോരാ, വിഷ്ണുവിനെയും കൂടെ ഒരുമിച്ച് ഭജിക്കണം. നാരായണനും കൂടി ഭജിച്ചാൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലക്ഷ്മി നാരായണ ചിത്രം വച്ചിട്ട് ഈ പറയുന്ന മഹാലക്ഷ്മി അഷ്ടകം നിത്യവും 18 തവണ 18 മിനിറ്റ് ജപിക്കണം. അതിന് ഈ ലക്ഷ്മി നാരായണ മനസ്സിൽ ധ്യാനിച്ച് മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുക. ഇങ്ങനെ ജപിച്ചാൽ അഷ്ടലക്ഷ്മി ദേവിമാരുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകത്തിൽ അഷ്ടലക്ഷ്മി ദേവിമാരെ കുറിച്ചാണ് പറയുന്നത്. ആ അഷ്ടലക്ഷ്മി, അതായത് 8 ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായും ലഭിക്കും. അതിന് നമ്മൾ ഈ നിസ്സാരമെന്നുള്ള ചന്ദ്രത്തിരി കത്തിക്കുക, കഴിയുമെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് ജപിക്കുക. ആദ്യം നിങ്ങൾ ഒരു വെള്ളിയാഴ്ച തുടങ്ങണം. വെള്ളിയാഴ്ച, ശുക്രവാരം, അതായത് ശുക്രഹോര ഉണ്ടാവും. ആ ശുക്രഹോര എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എപ്പോഴാണോ സൂര്യൻ ഉദിച്ചു വരുന്നത്, ആ സൂര്യോദയം തൊട്ട് 1 മണിക്കൂർ, അതായത് 6 മണിക്കാണെങ്കിൽ ഉദിക്കുന്നതെങ്കിൽ 7 മണി വരെയാണ് ശുക്രഹോര സമയം. അന്ന് നിങ്ങൾ ജപം ആരംഭിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി, അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോയി ജപം ആരംഭം കുറിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങൾ നിത്യനോടവണ്ണം ജീവിതത്തിൽ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരവും രാവിലെ നിങ്ങൾ ജപിക്കുക. ഈ മഹാലക്ഷ്മി അഷ്ടകം വളരെ ശക്തിമത്തായ ഒരു സ്തോത്രമാണ്. അത് നിങ്ങൾ നിത്യവും ജപിക്കണം. ഇങ്ങനെ ജപിച്ചു പോകുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ കാണും. അത് സത്യമുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വാസപൂർവ്വം ഭക്തിയോടെ നിത്യം ഈ പറയുന്ന മഹാലക്ഷ്മി അഷ്ടകം ജപിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയാം. ആദ്യം എന്ന് പറഞ്ഞാൽ ധനലക്ഷ്മിയെയാണ് മഹാലക്ഷ്മി അഷ്ടകത്തിൽ ആദ്യത്തെ സ്തോത്രം പറയുന്നത്. നമോസ്തുസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യത്തെ ഈ പറഞ്ഞ സ്തോത്രം ധനലക്ഷ്മിയാണ് അർത്ഥമാക്കുന്നത്. ധനലക്ഷ്മി രൂപത്തിന്റെ ചിത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ പറയുന്ന ആദ്യത്തെ ശ്ലോകം ജപിക്കണം. രണ്ടാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ധാന്യലക്ഷ്മിയാണ്. ധാന്യം, നമുക്ക് ധാന്യവും ഭക്ഷണം അത്യാവശ്യമുള്ള ഘട്ടമാണ്. അതിന് നമുക്ക് നല്ല സാത്വികമായ ഭക്ഷണ രീതി നമുക്ക് സ്വയമേ നമുക്ക് തോന്നും. അത് നമ്മൾ ജപിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ സാത്വികമായ ഭക്ഷണ രീതിയിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ അതിന് ചൊല്ലേണ്ട ഈ സ്തോത്രമാണ്. നമോസ്തുസ്തു ഗരുഡാരൂഢി കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി
മഹാലക്ഷ്മി നമോസ്തുതേ. ഈ സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അളവറ്റ ധാന്യം ഉണ്ടായി വരും. അതുപോലെ മറ്റ് ആദിത്യ സ്തോവും ധനലക്ഷ്മി സ്തോത്രം ജപിച്ചാൽ നമുക്ക് അളവറ്റ ധനം, ഇഷ്ടമാതിരി ധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് ഏതൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല, ധനം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ധാന്യലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ധാന്യം ഇഷ്ടമാതിരി ലഭിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ധൈര്യലക്ഷ്മി, ഈ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രവൃത്തിയും ചെയ്യാനുള്ള ശക്തി കിട്ടുകയുള്ളൂ. അതിന് ഈ പറയുന്ന സ്തോത്രമാണ് ജപിക്കേണ്ടത്. സർവജ്ഞേ സർവവരരേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഈ ലക്ഷ്മി, ധൈര്യലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ സ്തോത്രം നിത്യം ജപിച്ചാൽ നമുക്ക് ഏതൊരു കാര്യത്തിലും ധൈര്യം ലഭിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ശൗര്യലക്ഷ്മി. ഇത് നമ്മൾ ജപിക്കുന്നതോട് നമുക്ക് ശൗര്യം, അതായത് ഏത് കാര്യത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു ഉന്മേഷം, ആത്മവിശ്വാസം ഇതിലൂടെ കിട്ടും. സിദ്ധിമുക്തിപ്രദേ ദേവി ഭക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഇത് ജപിക്കുക. പിന്നെ വിദ്യാലക്ഷ്മി, നമുക്ക് വേണ്ട അറിവ്, ജ്ഞാനം എന്നിവ ലഭിക്കും ഈ സ്തോത്രം ജപിക്കുന്നതിലൂടെ. ആദ്യന്തരഹിരേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗ സംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. പിന്നീട് പറഞ്ഞാൽ കീർത്തിലക്ഷ്മി, നമുക്ക് വളരെയധികം കീർത്തി, അതായത് നമ്മുടെ പേര് മഹിമ എല്ലാ ജനങ്ങളിലും അറിയാൻ സാധിക്കും. നമ്മുടെ പേരൊക്കെ എല്ലാ ജനങ്ങളിലും നല്ല പോലെ നമ്മുടെ കീർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും നമ്മുടെ പേര് വിവരങ്ങൾ, ശ്രേയസ് കാര്യങ്ങൾ എല്ലാവരും അറിയും. നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. അതിന് ജപിക്കേണ്ട മന്ത്രമാണ് സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. അടുത്തത് വിജയലക്ഷ്മി. ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകും. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സ്തോത്രം ജപിച്ച് ആരും പുറപ്പെടുകയാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. അടുത്തതാണ് രാജലക്ഷ്മി. എല്ലാവിധ സർവ്വസൗഭാഗ്യങ്ങളും ഈ ദേവിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവും. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ഈ പറഞ്ഞ അഷ്ടലക്ഷ്മി സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ഈ പറഞ്ഞ ദേവിമാരെ മനസ്സിൽ ധ്യാനിച്ച് ജപിച്ചാൽ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി, ഐശ്വര്യം, സമ്പദ് സമൃദ്ധി, ആരോഗ്യം എന്ന് വേണ്ട നിങ്ങൾക്ക് എല്ലാം ഐശ്വര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. കുടുംബങ്ങൾ തമ്മിൽ സൗഖ്യം, ഐക്യം, സന്തോഷം എപ്പോഴും വിളയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു.